السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة ثانية من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനുള്ള പോയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 2ാം സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ എവിടെ നിർത്തിയിരുന്നത്? അദ്ദർസു സാദിസ് അശർ പാഠം 18 വായിച്ചു കഴിഞ്ഞു. ഇനി തംദീനാണ് വേണ്ടത് അല്ലേ? ആ തംദീൻ കുറച്ച് വായിച്ചോ? എന്തായാലും ഞാൻ ഈ ആദ്യത്തെ ഭാഗം സ്കിപ്പ് ചെയ്യാണ്. അജിബൻ ലക്ഷത്തിലാത്തിയ അത് പറയുന്നത് പാഠവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അപ്പൊ അത് പാഠത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അതേപോലെ സഹീഹമായ എലി എന്നതും പാഠവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? യുരീദു എന്ന് പറയുന്നത് ഐ വാണ്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അറാദ യുരീദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു എന്നാണ്. പക്ഷേ ഐ വാണ്ട് എനിക്ക് വേണം എന്ന അർത്ഥത്തിലാണ് സെന്റൻസിൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രയോഗം ഓക്കെ യുരീദു അവൻ ഹി വാണ്ട്സ് ഉരീദു ഐ വാണ്ട് ആ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ ടെൻസ് അല്ല ഉദ്ദേശിച്ചത്. അറാദ യുരീദു എന്നത് അറാദ യുരീദു അല്ലെങ്കിൽ ഉരീദു ഐ വാണ്ട് അല്ലെങ്കിൽ വാണ്ട്സ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ പ്രയോഗമാണ്. ഭാഷാർത്ഥം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതാണ്. അറാദ ആഗ്രഹിച്ചു. ആ അർത്ഥത്തിൽ ഖുറാനില് ഉദ്ദേശിച്ചു എന്ന അർത്ഥത്തിലാണ് ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? യുരീദു എന്ന ക്രിയ എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം. പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്യൂട്ടബിൾ ഫോമിലേക്ക് മാറ്റിക്കൊണ്ട്, ബമീറിലേക്ക് ചേർത്തുകൊണ്ടെന്നാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ശരിയായ രൂപത്തിലേക്ക് മാറ്റി പരിവർത്തിപ്പിച്ചുകൊണ്ട് എന്നാണ്. അതാണ് ഗ്രാമറിലെ യൂസേജ്. ഇസ്ലാമും ബമീർ എന്ന് പറഞ്ഞാൽ പുട്ട് ഓർ പ്ലേസ് വെച്ചു. അത് ശരിയാ, പ്ലേസ്. അതിന്റെ കൽപ്പനയാണ് ഫറാഗ് എംടി. ഫറഹ ഫറഹത്ത നീ ഒഴിവായാൽ. നമ്മൾ പഠിച്ച വാക്കുകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് നോക്കിയാൽ പഠിച്ച 3 അക്ഷരങ്ങളിൽ നോക്കാം. ഫറാഗ് ഒഴിവ്. ഈ എലിന്റെ ഫോളോയും വലിയ എലി തുടർന്ന് വരുന്നു. അതിന്റെ ഉചിതമായ ലമീറിലേക്ക് ചേർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഫാഇലിനെ ചേർക്കാനാണ് പറഞ്ഞത്. അതായത് യുരീദു എന്നതിന്റെ ഉചിതമായ ഫോമിലേക്ക് മാറ്റണം. യാ യഹ്വാനു എന്ത് ചോദിക്കണം? മാതാ യഹ്വാനോട് ചോദിക്കുമ്പോൾ എന്ത് പറയണം? എന്ത് ചോദിക്കണം? മാതാ തുരീദു. യഹ്വാൻ
എന്റെ സഹോദരൻ അല്ല തുരീദൂന. ماذا تريدون يا إخواني؟ ഓക്കെ. അപ്പൊ ഉഖ്തിനോട് ചോദിക്കുമ്പോഴോ هذا القلم. ഉഖ്തി തുരീദു ഹാദൽ ഖലം. ഉഖ്തിനോട് ചോദിക്കുകയല്ല, ഇവിടെ ഉഖ്തിനെ കുറിച്ച് പറയുകയാണ്. ഉഖ്തി തുരീദു യുരീദു ഹിയ തുരീദു. അസാലിസ് ആദിഹിൽ മജല്ലത്ത് യാ ലൈല. അപ്പൊ ലൈലയോട് ചോദിക്കുകയാണ്, യാ ലൈല എന്നാണ്. അല്ലയോ ലൈല, ഒരു ആയുണ്ട്. തുരീദു ഹാദിഹിൽ മജല്ലത്ത് യാ ലൈല. ലൈലയോട് ചോദിക്കുമ്പോ തുരീദു എന്നാണോ ചോദിക്കേണ്ടത്? അല്ല, ലൈല ഒരാളല്ലേ. അപ്പോ ഒരു പെണ്ണിനോട് ചോദിക്കുമ്പോ എന്ത് ചെയ്യണം? തുരീദീന. തുരീദീന. തുരീദീന ഹാദിഹിൽ മജല്ലത്ത് യാ ലൈല. ഈ മജല്ല നിനക്ക് വേണോ ലൈല? അത് യാ സയ്യിദി. അപ്പൊ സയ്യിദി ജെന്റിൽമാൻ. ഡിക്ഷണറി അല്ലേ മജല്ലത്ത്? ഹിസ്റ്ററി അല്ല, എന്താന്ന് പറഞ്ഞ്? മജല്ലത്ത് ഡിക്ഷണറി അല്ലേ? മജല്ല ഡിക്ഷണറി അല്ല, മാഗസിൻ. എന്താണ് മാഗസിൻ? മാഗസിൻ. മജല്ലത്ത് മാഗസിൻ. അതെ, മജല്ല മാഗസിൻ. സഹീഫത്ത് പത്രം. മുഅജ്ജം ഡിക്ഷണറി. അതാണ് ഞാൻ പറഞ്ഞത്, മുഅജ്ജം ഡിക്ഷണറി. ഓക്കെ. ഇവിടെ മജല്ലത്തൻ യാ സയ്യിദി, ഓ ജെന്റിൽമാൻ. സഹീഫത്തൻ തുരീദു. തുരീദു മജല്ലത്തൻ യാ സയ്യിദി. അസഹീഫത്തു തുരീദു. അസഹീഫത്തൻ. അസഹീഫത്തൻ തുരീദു മജല്ലത്തൻ. എന്തുകൊണ്ടാണ് അവിടെ നെസ്ബ് വന്നത്? എവിടെ? സഹീഫത്തിൽ. അത് ഇതല്ലേ മഫ്ഊലും ബിഹി അല്ലേ വരിക? മഫ്ഊലും ബിഹി മുഖദ്ദം. തുരീദുവിന്റെ മഫ്ഊലും ബിഹി ആണ്, അത് മുമ്പെയാണ് വന്നത്. സാധാരണ മഫ്ഊലും ബിഹി അവസാനം വരേണ്ടത്. അപ്പൊ ചോദ്യം വരുമ്പോൾ മഫ്ഊലും ബിഹി തുടക്കത്തിൽ വരും. സഹീഫത്തൻ തുരീദു. തുരീദു സഹീഫത്തൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തുരീദു സഹീഫത്തൻ. തുരീദു സഹീഫത്തൻ മജല്ലത്തൻ. നീ ഒരു പത്രമോ മാഗസിനോ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിനക്ക് വേണം. ഇല്ലെങ്കിൽ. അപ്പൊ വരുമ്പോ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ കൊണ്ടുവരണം. എന്ത് വേണം? സഹീഫത്തൻ തുരീദു മജല്ലത്തൻ. ക്രിയ മുമ്പേ കൊണ്ടുവരണം. ക്രിയയാണോ സഹീഫത്ത്? അല്ല, സോറി, അല്ലല്ല, പത്രം. അതെന്താ? ലമീർ അല്ല, സോറി, ലമീർ അല്ല. എന്താ പറയാ? മാലി അല്ലേ? അല്ല, സോറി, എന്താ പറയാ? നിങ്ങളെന്ന് പറയും. ഏതെങ്കിലും സ്റ്റുഡന്റ് പറയും. സ്റ്റുഡന്റ് ഇതല്ല, അത് രണ്ടുമല്ല. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്തിനാണ് നാമെന്ന് മനസ്സിലായി. എന്തുകൊണ്ട് നെസ്ബ് വന്നു എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് നെസ്ബ് വന്നു എന്നതാണ് ചോദ്യം. അത് പറഞ്ഞു മഫ്ഊലും ബിഹിയാണ്. നിങ്ങൾ ആലോചിക്കും. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ചിട്ട് പറയ്. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. എക്സാം. ഇതിലുമല്ല, നാമം തന്നെയാണ്. എന്തായിരുന്നു ചോദ്യം? ഒരാൾ പറഞ്ഞു കൊടുക്ക്. സഹീഫത്തൻ എന്നുള്ളത് എന്താ പറയാ എന്നുള്ളതാണ്. നാമം എന്നുള്ളതാണത്. അല്ല, അതെ. പക്ഷെ അതിനെന്താ അറബിൽ പറയാ?
പത്രമാണോ അതോ മാസികയാണോ, അല്ല മാഗസിനാണോ മാസികയാണോ വേണ്ടത് എന്നുള്ളതാണ്. ഇതുവരെ കിട്ടിയില്ലേ? ഫത്തഹ പിന്നെ നസ്ബ് വന്ന എന്തുകൊണ്ടെന്ന് നോക്കിയാൽ മതി. അത് മഫൂലും ബിഹിയുടെ സ്ഥാനത്താണ്. അത് തന്നെ, അങ്ങനെയാണ് പറയണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? മഫൂൽ ബിഹി എന്റെ ഉസ്താദേ, അതല്ലേ? മഫൂലും ബിഹി എന്നാ പറയണ്ടത്. അതാണ് എന്തുകൊണ്ടാണ് നസ്ബ് ഒന്ന് നോക്കാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് അൽ ഖാമിസ്. അന ഉരീദു അഷ്യാഅ കസീറത്തുൻ. അന ഉരീദു അഷ്യാഅ കസീറത്തൻ. അപ്പൊ ഇവിടെ ഉരീദുവിന്റെ മഫൂലും ബിഹി ശേഷമാണ് വന്നിരിക്കുന്നത്, നേരത്തെ വന്നതുപോലെ ചോദ്യമല്ല. ഓക്കെ, أشياء كثيرة من السوق. السادس ماذا يا أخواتي؟ തുരീദിന യാ അഖവാതി. തുരീദിന ഖുർആനിലുണ്ട് ഇൻ കുന്തുന്ന തുരീദിന. السابع نحن نريد. نحن نريد مصحفا صغيرا. الطلاب يريدون دفاتر. التاسع المدرسات തുരിദിന. المدرسات തുരിദിന يريدن. ഓക്കെ, യുരീദിന. അവർ ആകുമ്പോ യാ ചേർക്കണം. മറ്റേതെന്താണ് നമ്മള് തുരിദിന വരാൻ കാരണം എന്താണ്? നിങ്ങൾ സ്ത്രീകൾ. ഓക്കെ, എവിടെയായിരുന്നു പറഞ്ഞത് തുരിദിന പറഞ്ഞത്? അല്ല, മുമ്പേ ചോദിച്ചതാണ്. അഖവാത്ത് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ആകുന്ന പെണ്ണുങ്ങളല്ലേ? അഖവാത്തി എന്ന് പറയുമ്പോൾ അഡ്രസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ മുന്നിലിരിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോ തുരിദിന, മറിഞ്ഞ പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോ യുരിദിന. അപ്പൊ യഫ്അലു തഫ്അലു നോക്കിയാ മതി. യഫ്അലു അവൻ, തഫ്അലു നീ. العاشر المدير വേഗം പറയും. المدير يريد قائمة أسماء الطلاب. എന്താണ് ഖായിമത്ത് അസ്മാ? ഖായിമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ ഇതല്ലേ? എന്താണ് ഖായിമത്ത്? ഖുർആനിലുള്ള ഖായിമത്തല്ല ഈ ഖായിമത്ത്. മനസ്സിലായി. ഇത് നമ്മള് പിന്നെ പ്രസന്റ് വിളിക്കാൻ വേണ്ടിട്ട് ഇത് ലിസ്റ്റ് അല്ലെങ്കിൽ ടേബിൾ. അതെ, ഞാൻ ഉദ്ദേശിച്ചു. ഖായിമത്ത് അസ്മാ എന്ന് പറഞ്ഞാൽ നെയിം ലിസ്റ്റ് അല്ലെങ്കിൽ നെയിം ടേബിൾ ഓഫ് നെയിംസ്. അപ്പൊ ഖായിമത്തിനാണെന്ന് പറഞ്ഞാൽ ടേബിൾ എന്നാണ്. ഖുർആനിലെ ഖായിമത്ത് വന്നിരിക്കുന്നത് നിൽക്കുന്നത് എന്ന നിലയിലാണ്. കാമൻ എന്നും ഖായിമത്ത് നിൽക്കുന്നത്. الرابع التمرين الرابع يسأل المدرس كل من الطلاب هذين سؤالين. അല്ല, ചോദ്യം ചോദിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും.
മാതാ തുരീദു. അപ്പൊ മാതാ തുരീദു എന്ന് ചോദിക്കുമ്പോൾ മാതാ തുരീദു എന്ന് ചോദിക്കുന്ന ആരോടായിരിക്കും? പുരുഷനോടാണോ സ്ത്രീയോടാണോ? എന്താണ് നിങ്ങൾ എന്നല്ലേ വരുള്ളൂ. മാതാ തുരീദു എന്ന് ചോദിക്കുന്നത് ആരോടായിരിക്കും? നാസറിനോട് ചോദിക്കണോ ഹസീനയോട് ചോദിക്കണോ? ഹസീനോട് ചോദിക്കാം. മാതാ തുരീദു എന്നോ? എന്താണ് നിങ്ങൾ എന്നല്ലേ വരും. ഇവിടെ നിങ്ങൾ എന്നും വരാലോ. അങ്ങനെയാണോ ഇത് നേരത്തെ പറഞ്ഞത്? അല്ല, ഇത് സ്ത്രീലിംഗ. മാതാ തുരീദു അല്ല, മാതാ തുരീദ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളോട് തന്നെയാണ്. ആണിനോട്. ആണിനോട്. ആ, അപ്പൊ എന്ത് മറുപടി പറയണം? മാതാ തുരീദു. അപ്പം ഫിൽ മർഹലത്തിൽ ഊല യുഹദ്ദിദുൽ മുദരിസ് ജവാബ തുല്ലാബി വയത്തിമു അപ്പൊ ദാലിക യുരീദു ഇമ്മ ബിൽ ഇശാറത്തി ഇലാ അശ്യാഇ ജവാബ് ഗൈറ മുഹദ്ദദൻ. അപ്പൊ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയണമെന്നാണ് പറഞ്ഞത്. അപ്പം മാതാ തുരീദു യാ നാസർ? ഹുവ യുരീദു. നാസർ മാതാ തുരീദു? വമാതാ യുരീദു സമീലുക? മാതാ തുരീദു യാ നാസർ? അയിന നാസർ? അൽ തസ്മഉ യാ നാസർ? നാസർ ഭായി കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട് സാറേ, ഞാൻ വന്നതേ ഉള്ളൂ. ഞാൻ കേൾക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോ ക്ലാസ് തുടങ്ങി, അങ്ങനെ കയറി കേൾക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ആദ്യമേ ക്ലാസ്സിൽ കയറി ഇരിക്കുന്നില്ല, ആദ്യമേ നിങ്ങളാണ് വന്നത്. അത് ഞാൻ വന്നപ്പോഴേ ആദ്യമേ കയറി, പിന്നെയാണ് ഞാൻ അന്നേരം എത്തിയതേ ഉള്ളായിരുന്നു. അപ്പോ അന ഉരീദു ഷായ് വമാദാ യുരീദു ജമീലുക? ഹുവ യുരീദു ഗഹ്വത്തൻ. ഞാനിപ്പോ ഓഫീസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഉരീദു ഷായ്, നീ ചായ കുടിക്കണം. അല്ലെങ്കിൽ ഉരീദു അഷാഅൻ, ഉരീദുൽ അഷാഅ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഡിന്നർ വേണം. വമാദാ യുരീദു ജമീലുക? ഹുവ യുരീദു എന്ത് ചെയ്യണം? ഹുവ യുരീദു ഷായ് അല്ലെങ്കിൽ ഗഹ്വത്തൻ. അതുപോലെ എന്തെങ്കിലും പറയാം. ദഫ്തറഹു അസാനി. മാദാ തുരീദീന ആരോടാ ചോദിക്കേണ്ടത്? ഒരു സ്ത്രീയോട്. മാദാ തുരീദീന യാ ഫാത്തിമതു വമാദാ തുരീദു സമീലതുകി? തുരീദു സമീലതുകി. മാദാ തുരീദു സമീലതുകി? മാദാ തുരീദീന യാ ഫാത്തിമതു? ഫാത്തിമ, നിനക്ക് എന്താണ് വേണ്ടത്? വമാദാ തുരീദു സമീലതുകി? നിന്റെ ക്ലാസ്മേറ്റിന് എന്താ വേണ്ടത്? സമീലത്ത്. അപ്പൊ എന്ത് പറയണം? ഉരീദു എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയണം. ഉരീദു ദർസ്. ജമീലും ജമീലത്തും എന്ന് പറയുമ്പോൾ ഇതാവില്ലേ, സ്ത്രീലിംഗാവില്ലേ? അതെ അതെ അതെ. നേരത്തെ നാസറിനോട് ചോദിച്ചപ്പോ നാസറിന്റെ ഫ്രണ്ട്, ആണായ ഫ്രണ്ടിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ ഫാത്തിമയോട് ചോദിക്കുമ്പോഴത്തേക്ക് ഫാത്തിമയുടെ പെണ്ണായ ഫ്രണ്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് പറയണം? ഹിയ തുരീദു, ആന ഉരീദു കലമീ, ഹുവ യുരീദു ദഫ്തറഹ. ഹിയ തുരീദു ദഫ്തറഹ. അവിടെ രണ്ട് മർഹലത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫിക്സഡ് ആയിട്ട് മാഷ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം, മറ്റൊന്ന് സ്വന്തം ഇഷ്ടത്തിൽ പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. الخامس ضع في الفراغ فيما يلي مؤنث الأسماء. എന്ത് ചെയ്യണം? ضع في الفراغ فيما يلي مؤنث الأسماء الدالة على الألوان كما هو موضح في الأمثلة. എന്ത് ചെയ്യണം? ضع في الفراغ فيما يلي ബ്ലാങ്കിൽ എന്ത് ചെയ്യണം? മുഅന്നസ അസ്മാഇ, സ്ത്രീലിംഗ നാമം വയ്ക്കണം, പ്ലേസ് ചെയ്യണം. അദ്ദാല്ലത്തി അലൽ അൽവാനി. ദാല്ലത്ത് എന്താണ്? ദല്ല അറിയിച്ചു, അദ്ദാല്ലത്ത് ഇൻഡിക്കേറ്റിംഗ്, അറിയിക്കുന്ന, മെൻഷൻ ചെയ്യുന്ന. അലൽ അൽവാനി, അൽവാൻ എന്താണ്? നിറം.
നിറങ്ങൾ. ആ നിറങ്ങൾ ഖുർആനിൽ കണ്ടുണ്ടോ? വായിക്കാത്തോണ്ടാ കാണാത്തത്. നമ്മൾ ഖത്തം ഓതുന്നേ ചെയ്യുന്നുള്ളൂ, വായിക്കുന്നില്ല. ബക്കറയില് പശുവിന്റെ നിറമാണോ? പശുവിന്റെ നിറങ്ങളെന്നാ ചോദിച്ചത്? മുഖ്തലിഫുൻ അൽവാനുഹു. അത് തന്നെ, മുഖ്തലിഫുൻ അൽവാനുഹ ഗറാബീബ് സൂദ്. എന്തായാലും അൽവാൻ വന്നിട്ടുണ്ട്, ലൗൻ അവിടെ വന്നിട്ടുണ്ട്. മാ ലൗനുഹ, ബക്കറയുടെ ലൗനാണ് എന്താണെന്ന് ചോദിച്ചു. കമാ ഹുവ മുവദ്ദഹുൻ, ആസ് ഇറ്റ് ഈസ് എക്സ്പ്ലൈൻഡ് ഓർ ക്ലിയർ ആക്കപ്പെട്ട എന്നാണ്, വ്യക്തമാക്കപ്പെട്ടതുപോലെ. ഫിൽ അംസിലത്തി, ഇൻ ദ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഫീമെയിൽ കളറിന്റെ നാമം കൊടുക്കണം. കലമുൻ അഹ്മറു. കലമുൻ അഹ്മർ എന്ന് എന്താണ്? മാസ്കുലിനാണ്, പുല്ലിംഗമാണ്. ഹക്കീബത്ത് വന്നപ്പോ എന്ത് ചെയ്തു? ഹക്കീബത്തുൻ ഹംറാഉ, അതാണ് ഉദാഹരണം. ഷഅറുൻ അസ്വദു. ഷഅർ എന്താണ്? മുടി. ലഹിയത്തുൻ സൗദാഉ, ദാടി. അപ്പൊ ഈ നിറങ്ങളെല്ലാം പിന്നെ നേരത്തെ പറഞ്ഞില്ലേ സ്ത്രീലിംഗമാവുന്ന നിറങ്ങൾ വരുമ്പോ പുല്ലിംഗം അല്ല, അത് മറ്റേ എന്താ പറയാ ജമ്മാവുമ്പോ? അങ്ങനെയാണോ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടത്? എല്ലാ നിറങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? പറഞ്ഞത് സുഹൃത്തുക്കൾ ആരെങ്കിലും കേട്ടായിരുന്നു? എല്ലാ നിറങ്ങളും എന്തായിരിക്കും എന്ന് പറഞ്ഞു. വയറ് മുൻസരിഫ. ഗൈറ് മുൻസരിഫായിരിക്കും. എല്ലാ നിറങ്ങളും പെണ്ണുങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആണുങ്ങൾക്ക് നിറം വേണ്ടേ? കലമുൻ അഹ്മറു, കലമ് പുല്ലിംഗമായതുകൊണ്ട് അഹ്മറു എന്ന് പറഞ്ഞു. ഹക്കീബത്തുൻ ഹംറാ, ഹക്കീബത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഹംറാ എന്ന് പറഞ്ഞു. ഷാറുൻ അസ്വദു, മുടിയെ കുറിച്ച് പറഞ്ഞപ്പോ അത് മുടി പുല്ലിംഗമാണ്, അതുകൊണ്ട് അസ്വദ് എന്ന് പറഞ്ഞു. ലഹിയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? സൗദ എന്ന് പറഞ്ഞു. സൗദ, ലഹിയത്തുൻ സൗദ എന്ന് പറഞ്ഞു. സ്ത്രീലിംഗം വരുമ്പോഴൊക്കെ അതിന്റെ ബഹുവചനം പറയണം അല്ലെ? ഏതിന്റെ ബഹുവചനം പറയണം? സൗദ ബഹുവചനമാണോ? നമ്മളെ സഹോദരിയുടെ പേരില്ലേ സൗദ? ആള് ഒരുപാട് സഹോദരിമാരാ. കറുപ്പുള്ള ലഹിയത്തുൻ, കറുമ്പി എന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? സൗദ എന്ന് പറഞ്ഞാൽ അസ്വദു എന്നത് ഏകവചനമാണ്, അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് സൗദ. അഹ്മർ എന്നത് ഏകവചനമാണ്, അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് ഹംറ. വരുന്നതെല്ലാം ബഹുവചനമല്ല. വരുന്നൊക്കെ ബഹുവചനം ആവില്ലാന്നുണ്ടോ അല്ലെ? അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ആയിക്കോളാം നിർബന്ധമൊന്നുമില്ല. അസ്മാ എന്ന് പറയുന്നത് ഇസ്മുൻ അസ്മാ ബഹുവചനമാണ്, പക്ഷേ സൗദ ബഹുവചനമല്ല. അങ്ങനെ ആയിക്കോളാം നിർബന്ധമില്ല. ആ അസ്മാ എന്താണ്? അസ്മാ അത് മുൻസരിഫാണ്, ഇവിടെ മുൻസരിഫല്ല. ഓക്കെ. മിൻദീലുൻ അബിയളു, വറക്കത്തുൻ ബൈദാഉ. ഇപ്പൊ 3 ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മിൻദീലുൻ അബിയളു, മിൻദീൽ എന്താണ്? ടവൽ. ടവൽ അബിയളാണ്. വറക്കത്ത് വന്നപ്പോഴേ ബൈദാ. മിലഫുൻ അസ്ഗറു അല്ലെങ്കിൽ അസ്ഫറു, മിലഫുൻ അസ്ഫറു. സയ്യാറത്തുൻ സഫ്രാഉ. സഫ്രാ ഖുർആനിൽ വായിച്ചില്ലേ? എവിടെ? പശുവിന്റെ നിറത്തെ കുറിച്ച്. ഖമീസുൻ അഖ്ദറു, ഷജറത്തുൻ ഖദ്റാഉ. റജുലുൻ അസ്മറു, ഇംറഅത്തുൻ സംറ. റജുലുൻ അസ്മർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസ്മർ, അന അസ്മർ, എന്റെ കളറാണ് അസ്മർ എന്ന് പറഞ്ഞു.
ഞാൻ കറുത്ത Brown. ആളെന്നല്ല പറയാം, നമ്മൾ മലയാളത്തിൽ കറുത്ത ആളെന്നാ പറയും. ബ്രൗൺ എന്നാണ് അസ്മർ. പക്ഷെ നമ്മള് മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കറുത്ത ആളെന്നല്ല പറയുന്നത്, അസ്മർ എന്നാണ് പറയുന്നത്. അസ്വദ് എന്നല്ല പറയുന്നത്. ഇമ്രാത്തുൻ എന്താണ്? റജുലുൻ അസ്മറു ഇമ്രാത്തുൻ സംറാഉ. يقرأ ما يلي متأملا الأسماء متأملا الأسماء الدالة على الألوان. നിറങ്ങളെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചു വായിക്കുക. ഇഖ്റ മാ യലി read the following മുതഅമ്മിലൻ ശ്രദ്ധിച്ചുകൊണ്ട്. الأسماء الدالة الأسماء nouns الدالة indicating على الألوان the colors. شعر رأسي أسود ولحيتي بيضاء. Okay. شعر رأسي أسود. അപ്പോ അസ്വദ് എന്ന് പറഞ്ഞത് ഏതിന്റെ കളറാണ്? ഷഅറിന്റെ ആണ്, തലയുടെ കളറല്ല. ഷഅറു റഅസി അസ്വദ് വലഹിയതി ബൈദാഉ. അപ്പോ ഇവിടെ എന്താണ് പറഞ്ഞത്? ഷഅറു എന്നത് വിശേഷണമാണല്ലോ അസ്വദ്. ഷഅറിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞു? അസ്വദ് എന്ന് പറഞ്ഞു. അപ്പൊ ഷഅർ നമ്മളുള്ളതാണ്, അസ്വദും നമ്മളുള്ളതാണ്. ലഹിയതി ബൈദാഉ, ലഹിയത്തിനെ കുറിച്ച് പറഞ്ഞു, അത് ബൈദാഉ എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ്? നമ്മളുള്ളതാണ്, മുബ്തദ ഖബറാണ്. ഓക്കെ. ഉരീദു ഖലമൻ അസ്റഖ. ഇവിടെ ഉരീദു ഖലമൻ, ഉരീദു ഖലമൻ. അവിടെ എന്തുണ്ട്? തൻവീനുണ്ട്. കലമിന് തൻവീനുണ്ട്. കലമിന്റെ വിശേഷണമാണ് എന്ത്? അസ്റഖ്. കലമിന്റെ വിശേഷണമാണ് അസ്റഖ്. അസ്റഖിന് എന്തില്ല? തൻവീനില്ല. കാരണം നിറങ്ങളെല്ലാം ഗൈറു മുൻസരിഫാണ്. അതേസമയം കസ്ർ വരില്ല, അതേസമയം ഫതഹും ലമ്മും വരും, തൻവീൻ വരികയില്ല. അപ്പൊ കലമൻ എന്നത് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അസ്റഖും എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. വഹഖീബതൻ ഹംറാഅ. ഉരീദു കലമൻ. അപ്പൊ കലം മഫ്ഊൽ ബിഹി ആണ്, അതുകൊണ്ട് നസ്ബ് ചെയ്തു. അതിന് അല്ലില്ലാത്തതുകൊണ്ട് തൻവീൻ കൊടുത്തു. അതേസമയം അതിന്റെ വിശേഷണമായ അസ്റഖിന് ഗൈറു മുൻസരിഫായ ഒരു ഫതഹ കൊടുത്തു. വഹഖീബതൻ, ഹഖീബത്ത് മുൻസരിഫാണ്, അതുകൊണ്ട് തൻവീൻ കൊടുത്തു. ഹംറാഅ അത് ഗൈറു മുൻസരിഫായതുകൊണ്ട് ഒരു ഫതഹ കൊടുത്തു. ക്ലിയർ? ഓരോന്നും പറയുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഹുവ അസ്മറു വസൗജതുഹു അയ്ളൻ സംറാഉ. ഹുവ അസ്മറു, അവൻ നമ്മുടെ മലയാളത്തിൽ ഭാഷയിൽ പറഞ്ഞാല് കറുത്തയാളാണ്, അല്ലെങ്കിൽ അസ്മറാണ്. വസൗജതുഹു അവന്റെ ഇണയും, അയവൻ ഇണയും ഓൾസോ സംറാഉ കറുത്തവളാണ്. അർബ. നേരത്തെ നമ്മള് സൗദ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളിനെ കുറിച്ച് പറയുമ്പം ആ അസ്വദ് എന്ന വാക്ക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് ഭാഷാർത്ഥം പറഞ്ഞതേ ഉള്ളൂ, സൗദാന്റെ ഭാഷാർത്ഥം പറഞ്ഞതേ ഉള്ളൂ, കർമ്മി എന്ന്. ആളിനെ കുറിച്ച് പറയുമ്പോഴേ എന്തായിരിക്കും ഉപയോഗിക്കുക? അസ്മർ, സംറാ എന്നായിരിക്കും ഉപയോഗിക്കുക. അറാബിയ. സയ്യാറത്തുൽ മുദീരി ഖദ്റാഉ. സയ്യാറത്തുൽ മുദീരി ഖദ്റാഉ. അപ്പൊ ഇവിടെ എന്താണ്? സയ്യാറത്തിന് തൻവീനില്ല. അതിന്റെ സയ്യാറത്ത്, ഇവിടെ സയ്യാറത്തുൽ മുദീരി ഖദ്റാ എന്താണ്? മുമ്പത്തന്നെ ഖബറാണ്. ഇവിടെ എന്താ ഇരിക്കുന്നു? ഖദ്റാഉ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഷഅറു റഅസി അസ്വദു എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇവിടെ സയ്യാറത്ത് സ്ത്രീലിംഗമാണ്. സയ്യാറത്തുൽ മുദീരി ഖദ്റാഉ പച്ചയാണ്. അപ്പോൾ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഖദ്റാഉ എന്ന് പറയും. അപ്പൊ സയ്യാറത്തുൽ മുദർരിസി അധ്യാപകന്റെ കാറ് ബൈദാഉ.
അപ്പൊ അത് രണ്ടും എന്താണ്? സ്ത്രീലിംഗമാണ്. അത് രണ്ടിനും ഒരു തമ്മേ ഉള്ളൂ. സ്ത്രീലിംഗം ആയതുകൊണ്ടല്ല, കളറായതുകൊണ്ട് ഗൈറു മുൻസരിഫാണ് അത്. അതുകൊണ്ട് അതിന് തൻവീൻ കൊടുത്തില്ല. ഹാദിഹിൽ ബഖറത്തു സൗദാഉ ജമീലത്തുൻ. ഹാദിഹിൽ ബഖറത്തു സൗദാഉ. അപ്പൊ അൽ ബഖറത്തു എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അസ് സൗദാ എന്ന് പറഞ്ഞു. അൽ ബഖറത്തിന്റെ വിശേഷണമാണെന്ത്? സൗദാ. അപ്പോ ശേഷിപ്പിക്കപ്പെടുന്ന വസ്തു അല്ലുണ്ടെങ്കിൽ ഇതിനും അൽ കൊടുക്കണം. അപ്പൊ അൽ ബഖറത്തു എന്ന് പറഞ്ഞു, അസ് സൗദാ എന്ന് പറഞ്ഞു. ജമീലത്ത്. അവിടെ വേറെ പ്രത്യേകതയൊന്നുമില്ല. അവിടെ ഒരു തമ്മേ ഉള്ളൂ. ഒരു തമ്മ എപ്പോഴും വരുള്ളൂ. അതിൽ വന്നു കഴിഞ്ഞാൽ തന്നെ വരില്ല. മാ അജ്മല ഹാദിഹി സഹ്റത. നമ്മൾ പറഞ്ഞു മാ അജ്മല ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തായാലും അതിന്റെ മഫ്ഊലും ബിഹി ആയിട്ടാണ്, നെസ്ബ് ചെയ്തിട്ടാണ് വരിക. മാ അജ്മല ഹാദിഹി സഹ്റത. സഹ്റത്ത്. പിന്നെ സഹ്റത്തിന്റെ വിശേഷണമാണെന്ത്? ഹംറാ. അപ്പൊ സഹ്റത്തിന് നെസ്ബ് കൊടുത്തത് കൊണ്ട് ഹംറാന് നെസ്ബ് കൊടുത്തു. സഹ്റത്തിന് അല്ലതുള്ളത് കൊണ്ട് ഹംറാനും അൽ കൊടുത്തു. ഹാത്തി വറക്കത്തൻ ബൈദാ. വറക്കത്തിന് അവിടെ തൻവീൻ ഉണ്ട്, പക്ഷേ ബൈദാഇന് തൻവീൻ സ്വീകരിക്കുകയില്ല. വറക്കത്തിന്റെ വിശേഷമാണ് ബൈദാ. അസാമിൻ ലിമൻ ഹാദിഹി സയ്യാറത്തു സഫ്രാഉ. അപ്പോ ഹാദിഹി സയ്യാറത്തു, അസ്സയ്യാറത്തിന്റെ വിശേഷമാണ് അസ്സഫ്രാഉ. അപ്പോ ഒരു ദം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ദം മാത്രമേ ഉള്ളൂ. അത്താസെ هذه الدفتر ذي الغلاف الأسفر لك يا حفصة يا حفصة. هذه الدفتر ذو الغلاف الأسفر. ذو الغلاف അൽ ഖിലാഫിൽ അസ്ഫരി. അപ്പൊ എവിടെ എന്ത് വന്നു? ഖിലാഫിന് അല്ലുണ്ട്, അസ്ഫറിനും അല്ലുണ്ട്. കാരണം ഖിലാഫ് എന്താണ്? ഖിലാഫ് അല്ലുള്ളതാണ് എന്ന് അതിന്റെ വിശേഷണമാണ് അസ്ഫർ എന്നതുകൊണ്ട് ഖിലാഫിനും അസ്ഫറിനും എന്തുണ്ട്? അല്ലുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? കസ്ർ സ്വീകരിക്കും. കസ്ർ സ്വീകരിക്കാത്ത പദങ്ങൾ എപ്പോൾ കസ്ർ സ്വീകരിക്കും? അൽ വരുമ്പോൾ കസ്ർ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതുള്ള ഖിലാഫി, അൽ ഖിലാഫിന്റെ വിശേഷണമാണ് അസ്ഫർ. അതുകൊണ്ട് അസ്ഫർ കസ്ർ സ്വീകരിച്ചു അൽ ഉള്ളത് കൊണ്ട്. എന്താ അർത്ഥം? ഹാദ ദഫ്തറു ദുൽ ഖിലാഫിൽ അസ്ഫരി. മഞ്ഞ കവർ ഉള്ളതായ ഈ നോട്ട്ബുക്ക് ലക്കി യാ ഹഫ്സത്തു. ഹഫ്സ നിനക്കുള്ളതാണോ? العاشر ما أجمل تلك الشجرة الخضراء التي أمام الجامعة. ഇവിടെ നെസ്ബ് ചെയ്യപ്പെട്ടു, ഇവിടെയും നെസ്ബ് ചെയ്യപ്പെട്ടു. കാരണം ഷജറത്തിന്റെ വിശേഷണമാണ് ഖദ്റാ. മാ അജ്മല തിൽക ഷജറത. ആ മരം എത്ര മനോഹരമാണ്. അൽ ഖദ്റാ പച്ച. അല്ലത്തി അമാമൽ ജാമിഅത്തി ജാമിയയുടെ മുന്നിൽ ഉള്ളതായ. السابع ضع في الفراغ فيما يلي كلمة تدل على لون مناسب. കേട്ടോ, ഇവിടെ കെലിമത്തൻ എന്ന് വായിക്കണം. കാരണം എന്താ? അല്ലില്ല, വേറൊന്നിനോട് ഇളാഫത്ത് ചെയ്തിട്ടില്ല. അല്ലില്ല, വേറൊന്നിനോട് ഇളാഫത്ത് ചെയ്തിട്ടില്ല. അപ്പോഴെന്ത് ചെയ്യണം? തൻവീൻ കൊടുത്ത് വായിക്കണം. ضع في الفراغ, പൊട്ടിന്റെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ പോലെ ഇതിൽ വെക്കുക, ഒഴിഞ്ഞ സ്ഥലത്ത് വെക്കുക. ഫീമാലിന്റെ ഫോളോയിങ് കലിമത്തൻ, എ വേർഡ്, ഒരു വാക്ക്. തദുല്ലു അലാ ലൗനിൻ മുനാസിബിൻ, ഉചിതമായ കളറ് അറിയിക്കുന്നതായ ഒന്ന്. അലവൽ ഷഅറ റഅസിക,
എന്താണ് ഷായറ അല്ലെങ്കിൽ ഷാറു റഅസിക എന്ത് പറയണം? ഷാറിന്റെ നിറം എന്താ? ബ്ലാക്ക്. നേരത്തെ മോളെ പറഞ്ഞായിരുന്നു. ഷാറു റഅസിക അസ്വദു അസ്വദു. ഷാറു റഅസിക അസ്വദു വലഹിയതുക സൗദാഉ സൗദാഉ. ഹഖീബതി ഹംറാഉ ഹംറാഉ. ഏത് കളറും ആകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഷെയർ വന്നപ്പോഴത്തെ ഷെയറിന് ഒന്നിൽ ബൈദ ആയിരിക്കണം, അല്ലെങ്കിൽ അബ്യദായിരിക്കണം, അല്ലെങ്കിൽ അസ്വദായിരിക്കണം. ലഹിയത്ത് ഒന്നുകിൽ ബൈദ ആയിരിക്കണം, അല്ലെങ്കിൽ സൗദ ആയിരിക്കണം. ഹക്കീബത്ത് പറയുമ്പോഴത്തേക്ക് ഏത് കളറും ആകാം, പക്ഷെ അത് എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. അസാലിസ് ഹാത്യ കലമൻ. എന്ത് കലം വേണം? ഏത് കളറും പറയാം, ഏത് കളറും പറയാം, പക്ഷെ എന്തായിരിക്കണം? അസ്വദ്. പുല്ലിംഗമായിരിക്കണം. ഹാത്യ കലമൻ അസ്വദ. അസ്വദ. കാരണം എന്താ? കലമൻ നസ്ബ് ചെയ്യപ്പെട്ടതാണ്. കലമിന്റെ വിശേഷണമായിരിക്കും നിറം. നിറം ആ പറയുന്ന വസ്തുവിന്റെ വിശേഷണമായിരിക്കും. എപ്പോഴും അങ്ങനെ വരുള്ളൂ. നിറം എന്തായിരിക്കും? പറയുന്ന വസ്തുവിന്റെ വിശേഷണമായിരിക്കും. അപ്പൊ ആ വസ്തുവിന് എന്താണ് അടയാളം ഉള്ളത്, ആ അടയാളമാണ് ഈ നിറത്തിന് കൊടുക്കേണ്ടത്. പക്ഷേ ആ പറയുന്ന വസ്തുവിന് തൻവീൻ ഉണ്ടെങ്കിൽ നിറത്തിന് തൻവീൻ കൊടുക്കില്ല. പറയുന്ന വസ്തുവിന് അല്ലുണ്ടെങ്കിൽ നിറത്തിന് ആൽ കൊടുക്കും. പറയുന്ന വസ്തുവിന് കെസറാണെങ്കിൽ നിറത്തിന് കെസർ കൊടുക്കും. അല്ലുള്ള സമയത്ത്. അല്ലില്ലെങ്കിൽ 10 കൊടുക്കുക. ഹാത്യ കലമൻ അസ്വദ വറക്കത്തൻ സൗദാഉ. കറുത്ത പേപ്പറാണോ വേണ്ടത്? അല്ല, ബൈദാഉ. ബൈദ ഊ ആണോ ഈ ആണോ? ബൈദാഉ അല്ലേ? ഈ ആണോ ഊ ആണോ? ആർക്കും പറയാം. വറക്കത്തൻ ബൈദാഅ. വറക്കത്തൻ ബൈദാഅ നസ്ബിയാണ്. الرابع نحن نكتب بالقلم بالقلم അഹ്മർ. അഹ്മർ റാ ആണോ റൂ ആണോ? കലമിൽ അഹ്മർ. അഹ്മറിന്ന് വരില്ല, അഹ്മറ. അൽ അഹ്മറ എന്നാണോ? അല്ല അല്ലില്ലാത്ത അഹ്മറാണോ? ബി വന്നിട്ടുണ്ട്. അപ്പൊ ബിൽ കലമി അഹ്മറ. ബിൽ കലമി. അൽ കലമിന്റെ വിശേഷണത്തിന് എന്ത് വേണം? അൽ വേണം. അൽ വേണം. അൽ വരുമ്പോ എന്ത് വരും? കെസറ സ്വീകരിക്കും. സ്വീകരിക്കും. സ്വീകരിക്കാമല്ല, സ്വീകരിക്കും. അപ്പൊ എന്ത് വേണം? ബിൽ കലമിൽ അഹ്മറി. ബിൽ കലമിൽ അഹ്മരി. റാഇനെ നേരത്തെ ചെയ്യണം കെസറ വരുമ്പോൾ. വൽ മുദർരിസു യക്തുബു ബിൽ കലമിൽ. ഇവിടെ അഹ്മറാണോ നിങ്ങൾ എഴുതുന്നത്? ഞാൻ നക്തുബു ബിൽ കലമിൽ അഹ്മരി എന്നാണോ പറയേണ്ടത്? നിങ്ങൾ പേന ചുവപ്പ് പേനച്ചാണ് എഴുതുന്നത്. അല്ല അല്ല അല്ല, നിങ്ങൾ ചുവപ്പ് പേനച്ച എഴുതണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വേറെ ഏത് കളറും ഉപയോഗിച്ചോളൂ. അസ്വറും ഉപയോഗിക്കാം, കുഴപ്പമില്ല. മഞ്ഞ പെന്നാണെങ്കിൽ മഞ്ഞ പെന്ന്. ആയിക്കോട്ടെ. ബിൽ കലമിൽ അസ്റഖി. നഹ്നു നക്തുബു ബിൽ കലമിൽ അസ്റഖി. ഞങ്ങൾ ബ്ലൂ പെൻ കൊണ്ട് എഴുതുന്നു. വൽ മുദർരിസു യക്തുബു ബിൽ കലമിൽ. വേഗം പറയും. ബിൽ കലമിൽ അഹ്മറി. ബിൽ കലമിൽ അഹ്മരി. ഇവിടെ കെസർ പറയുന്നുണ്ടോ എന്നാണ് ഇവിടെ നോക്കുന്നത്. അൽ വരുമ്പോൾ കെസർ പറയുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അൽ ഖാമിസ് സയ്യാറത്തി. സയ്യാറത്തി സയ്യാറത്തി അസ്വദ്.
അസ്വദ. ആ സയ്യാറത്ത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? സൗദാ. ആ ഇനി ആയാണോ ഈ ആണോ ഊ ആണോ? സയ്യാർത്തി സൗദാ. എന്തുകൊണ്ട്? സൗദാ. എന്തുകൊണ്ട് സൗദ? സയ്യാറത്ത് മുബത്തദയാണ് കേട്ടോ. അതായത് സയ്യാറത്തിന് കെസ്ർ വരാൻ വേണ്ടിയുള്ള കാരണം വന്നിട്ടില്ല. സയ്യാറത്തിന് കെസ്ർ വരാനുള്ള കാരണം വന്നിട്ടില്ല. അതേസമയം യാ ഉൽ മുത്തക്കല്ലിം സംസാരിക്കുന്ന ആളുടെ യായിലേക്ക് ചേർക്കുമ്പോൾ കെസ്റേ വരുള്ളൂ. അതുകൊണ്ട് അതിന് ഒറിജിനലി കെസ്റാണെന്ന് വിചാരിക്കുക കളയരുത്. ശ്രദ്ധിക്കണം കേട്ടോ. യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ അത് നമ്മൾ മുകളിൽ ഉദാഹരണം പറഞ്ഞ് ഞാനത് പറയാൻ വിട്ടുപോയി. ഹക്കീബത്തി ഹക്കീബത്തി ഹംറാഉ ഇവിടെ അല്ല, ഷാറു ഷാറു അല്ല, മുകളിൽ വന്നിട്ടുണ്ട് ഉദാഹരണം. എന്തായിരുന്നാലും യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ചേർക്കുമ്പോൾ അവിടെ നോക്കണം യഥാർത്ഥത്തിൽ അതിനെന്താണ് അടയാളം. യഥാർത്ഥത്തിൽ എന്താണ് അടയാളം? സയ്യാറത്തി എന്ന് പറയുമ്പോൾ സയ്യാറത്തിന് ലമ്മേ ഉള്ള അടയാളം. ലമ്മ മാറേണ്ട കാരണം വന്നിട്ടില്ല. എന്തൊക്കെയാണ് ലമ്മ മാറേണ്ട കാരണം? ലമ്മ മാറിയാൽ കെസ്ർ വരണം എപ്പോൾ? അല്ലെങ്കിൽ കെസ്ർ വരുന്നത് ഒന്നിൽ ഇളാഫത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ സയ്യാറത്തിന് കെസ്റാണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കണം ഒറിജിനലി കെസ്റാണോ അല്ലേ എന്ന് നോക്കണം. ഇപ്പൊ കെസ്ർ വരാൻ ഉള്ള കാരണങ്ങൾ ഒന്നുകിൽ ഇളാഫത്തായിരിക്കണം, അല്ലെങ്കിൽ ഹർഫ് ജർ വരണം. ഇത് രണ്ടും മുൻകടന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒറിജിനലി സയ്യാറത്തിന് എന്ത് അടയാളം? ലമ്മാണ്, അഥവാ റഫ് ചെയ്യപ്പെട്ടാണ് വന്നിരിക്കുന്നത്. സയ്യാറത്ത് മുബത്തദയാണ് ഇവിടെ. അതിന്റെ ഖബറാണ് എന്ത്? ഈ നിറം പേരിന്റെ പേര് പറയുന്നത്. സയ്യാറത്തി എന്താ പറയേണ്ടത്? കളർ പറയും. അസ്വദു. സയ്യാറത്ത് സ്ത്രീലിംഗമാണ്. ബൈദാഉ. ബൈദാഉ അല്ലെങ്കിൽ സൗദാഉ കേട്ടാ, എന്നും പറയാം. പക്ഷെ സയ്യാറത്ത് സ്ത്രീലിംഗമായിരിക്കണം. അതേപോലെ സയ്യാറത്ത് കളറിന് ലമ്മായിരിക്കണം. അത് ശ്രദ്ധിച്ച് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. സയ്യാറത്തു ജമീലി എന്ത്? ഹംറാഉ. എന്തോ ആയിക്കോട്ടെ. ഈ പറഞ്ഞതിന്റെ വ്യത്യസ്തമായ നിറമാണ് പറയേണ്ടത്. കാരണം ഇവിടെ അയലൻ ഇല്ലാത്തത് കൊണ്ട്. അതും സെയിം കളറാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് കളറാണ് പറയേണ്ടത്. രണ്ടിനും വരുന്ന സ്ത്രീലിംഗ കളറാണ് വേണ്ടത്. രണ്ടും സയ്യാറത്തായിരുന്നു. അസാദിസ് ലിമൻ ജാലിക്കൽ ബൈത്തു ദുൽ ബാബി ദുൽ ബാബി ബാബിന്റെ ഒരു നിറം പറയും. ബാബിനൊരു നിറം പറയും. അബിയദു. അപ്പൊ എങ്ങനെയാ? അൽ അബിയലി എന്നാണ് പറയുന്നത്. ദുൽ ബാബിൽ അബിയലി. അപ്പൊ അൽ ബാബിന്റെ വിശേഷണമാണ് അബിയല്. അപ്പൊ അതുകൊണ്ട് അൽ വേണം. ഇവിടെ ബാബിന് കെസ്ർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അൽ വന്നാൽ അവിടെയും കെസ്ർ കൊടുക്കണം. ഇവിടെ കെസ്ർ വരാനുള്ള കാരണം എന്താണ്? ജു കെസ്ർ ചെയ്യുന്ന പദമാണ് കേട്ടോ. ജു ഇതിന് ശേഷം ഇളാഫത്താണ്. കെസ്ർ വരുത്തുന്ന മറ്റ് പദങ്ങൾ എന്ന് പറഞ്ഞു നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്. മാ അജ്മല ഹാദിഹിൽ ബഖറത. എന്നിട്ട് കളറ് സഫ്രാ. അസ്സഫ്രാ കൊടുക്കണം. സോറി, അലിഫ് ലാം വേണം. ബക്കറത്തിന്റെ അതേ അടയാളമാണ് കൊടുക്കേണ്ടത്. അൽ ബക്കറത്ത സഫ്രാ. അസാമിൻ ഖതലത്തിൽ ബലദിയത്തു അൽ കൽബ. എന്ത് വേണം? കളറ് എന്ത് കളറും ആകാം. അൽ വേണമെന്നേ ഉള്ളൂ.
രണ്ട് അത് കളർ വേണം. ഉണ്ടെങ്കിൽ ഇപ്പൊ ബക്കറത്തിന്റെ കളർ രണ്ടെണ്ണം ആണെന്നുണ്ടെങ്കിൽ വാ ചേർത്ത് പറയാം. കറുപ്പും വെളുപ്പും. ആ കറുപ്പും വെളുപ്പും വാ ചേർത്ത് പറഞ്ഞാൽ മതി. ഓ വയർ തീർന്നത്. അല്ല അസ്വദ മാ ചേർത്ത് പറയാം. ബലദീയത്ത് എന്ന് പറയുമ്പോ എന്താ സ്ഥലം? ബലദീയത്ത് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി. മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അൽ ബലദീയത്തു മുനിസിപ്പാലിറ്റി. പിന്നെ ബലദീയത്തുൽ കൽബ. ഖത്തലത്ത് അൽ ബലദീയത്തുൽ കൽബ ചേർത്ത് വായിക്കുമ്പോൾ തായന് ഖത്തലത്തിന്റെ തായന് കെസ് കൊടുക്കും. ഖത്തലത്തിൽ ബലദീയത്തു മുനിസിപ്പാലിറ്റി കൊന്നു. അൽ കൽബ നായയെ. നായയുടെ കളർ പറഞ്ഞു കൊടുക്കും. നായിക്ക് ഒരു കളറുമില്ലേ? സൗദ. ആ സൗദ ആണ്. കൽബ് എന്താണ്? ആ കൽബ് എന്താണ്? കൽബ് എന്ന് പറഞ്ഞാൽ നായ എന്നാണ് കേട്ടോ. നായ എന്ന് പറഞ്ഞാൽ അത് മെയിലാണ്. പുല്ലിംഗമാണ്. ആ കൽബ് പുല്ലിംഗമാണ്. അപ്പൊ അത് നായി അല്ലെങ്കിൽ പട്ടി ആണെങ്കിൽ എന്ത് ചെയ്യണം? കൽബത്ത് എന്ന് പറയണം. കൽബത്ത് പറഞ്ഞ ആസ്വദം എന്നാ പറയാ. അല്ല കൽബായോണ്ട് കൽബത്ത് എന്ന് പറയുമ്പോ കൽബായോണ്ട് അസ്വദ് പറയണം. കൽബ് പുല്ലിംഗമാണ്. നിങ്ങൾ ആലോചിച്ചിരിക്കുകയായിരിക്കും കൽബ് ബക്കറത്ത് ആണെങ്കിൽ പിന്നെ പെണ്ണാണ്. സൗറുൻ ആണാണ്. കൽബ് എന്താണെന്നായിരിക്കും ചിന്തിച്ചോണ്ടിരിക്കുന്നത്. കൽബ് മെയിലാണ്. അൽ കൽബൽ അസ്വദ അല്ലതീ കാനഫി ശാരിയ സ്റ്റേറ്റിലുണ്ടായിരുന്ന ലാ തക്തുബ് ബിൽ ഖലമി. ബിൽ ഖലമി ഏത് പേരുണ്ടാണ് എഴുതാൻ പാടില്ലാത്തത്? ബിൽ ഖലമിൽ അഹ്മരി. അപ്പൊ അൽ വരുന്നതുകൊണ്ട് അൽ ഖലമി, ഖലമിന് കസ്റായതുകൊണ്ട് അത് വിശേഷണമായ അഹ്മറിനും കസ്ർ വേണം അൽ വരുമ്പോൾ. ബിൽ ഖലമിൽ അഹ്മരി. അൽ ആഷിർ അൽ മിന്ദീലു. മിന്ദീലിന്റെ കളർ പറയും. അൽ മിന്ദീലുൽ അബിയദു വസിഹുൻ. വെളുത്ത ടവല് അഴുക്കുള്ളതാണ്. തഅമ്മൽ മായലി ശ്രദ്ധിക്കുക. ഖാലിദുൻ, ഹാമിദുൻ, അലിയുൻ, ഹിഷാമുൻ. അപ്പൊ ഖാലിദ്, ഹാമിദ്, അലി എല്ലാം എന്താണ്? മുൻസരിഫാണ്. ഖാലിദ്, ഹാമിദ്, അലി, ഹിഷാം എല്ലാം എന്താണ്? മുൻസരിഫാണ്. തൻവീൻ വരുന്നതാണ്. ഉമറു, സുഫറു, ഹുബലു, സുഹലു പോലുള്ള നാമങ്ങൾ. അപ്പൊ നമ്മൾ ഉമർ വസിൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഉമർ വസിന് അതായത് 3 അക്ഷരമുള്ളതും ഒന്നാമത്തേന് ലമ്മും രണ്ടാമത്തെ ഫത്തഹുമായ നാമങ്ങൾ, അതും ഫത്തഹുമായ പ്രോപ്പർ നൗൺ വ്യക്തികളുടെ നാമങ്ങളെല്ലാം എന്തായിരിക്കും? ഗൈറു മുൻസരിഫ് ആയിരിക്കും. പല ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുൻസരിഫ് എന്ന് പറഞ്ഞാൽ തൻവീൻ സ്വീകരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. തൻവീൻ സ്വീകരിക്കുന്നത് മുൻസരിഫ്. തൻവീൻ സ്വീകരിക്കുന്നതാണെങ്കിൽ അതിന് കസ്റും വരും. ഗൈറു മുൻസരിഫ് എന്ന് പറഞ്ഞാൽ തൻവീൻ സ്വീകരിക്കാത്തതാണ്, അതിന് കസ്ർ വരികയില്ല. എന്നാൽ അൽ വരുമ്പോൾ അതിന് കസ്ർ വരും. അല്ലെ വൈറു മുൻസിരിഫ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് മുൻസിരിഫ് എന്ന് മാത്രം പറഞ്ഞപ്പോ ആദ്യമായിട്ടേക്കാൻ പറ്റും. അതുകൊണ്ടാ ചോദിച്ചത്. മുൻസരിഫ് എന്ന് പറയുമ്പോൾ ഗൈറു മുൻസരിഫും ഓക്കെ ഇല്ലാതെ വരുമ്പോ എന്താണ്? മനസ്സിലായി. അല്ലാത്തപ്പോ ഇല്ലാതെ വരുമ്പോ മുൻസരിഫ്. ഗൈറു മുൻസരിഫ് അല്ലാത്തത് മുൻസരിഫ്. അതെ ഉസ്താദെ, മുൻസിരിഫ് എന്ന വാക്ക് ഉപയോഗിച്ച് വിളിച്ചു കേട്ടില്ല. ഇപ്പോഴാണ് അങ്ങനെ കേട്ടോ, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ. അത് നമ്മളിപ്പം രണ്ടും കൂടെ ഒരുമിച്ച് പറയേണ്ടി വന്നതുകൊണ്ടാണ്. ഓക്കെ. ഖാലിദും, ഹാമിദും, അലിയും, ഹിഷാമും മുൻസരിഫാണ്. ഉമറു വസിലുള്ള 3 അക്ഷരമുള്ള നാമം ഒന്നാമത്തിന് ലാമും മധ്യത്തിന് ഫത്തഹമാണെങ്കിൽ
ഉമറു പോലെയാണെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? ആ നാമങ്ങളെല്ലാം ഗൈർ മുൻസരിഫ് ആയിരിക്കും. അപ്പൊ ഉമറു, സുഫറു, ഹുബലു ഇവയെല്ലാം എന്താണ്? ഉമറും ഹുബൽ എന്താണ്? ഹുബൽ എന്ന് പറയുന്നത് ഇസ്മു സനമിൻ, ഒരു വിഗ്രഹത്തിന്റെ പേരാണ്. സനമ വിഗ്രഹം, വിഗ്രഹം. ഹുബൽ എന്ന് പറഞ്ഞില്ലേ? ഹുബൽ കഅബയിൽ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിന്റെ പേരാണ് ഹുബൽ. ഇസ്മ സനമിൻ, സനമിന്റെ ബഹുജനം ഖുർആനിൽ വന്നിട്ടുണ്ട്. അസ്നാം. സുഹലു, സുഹൽ എന്ന് പറഞ്ഞ ഇസ്മു കൗക്കബ്, എന്താണ്? ഒരു ഗ്രഹത്തിന്റെ പേരാണ്, നക്ഷത്രം, ഒരു നക്ഷത്രത്തിന്റെ പേരാണ് കൗക്കബ്. സാറ്റേൺ എന്ന് പറയാം. സാറ്റേൺ നക്ഷത്രത്തിന്റെ പേരാണ് സുഹലു. മറ്റേത് വിഗ്രഹം, ഇത് ഗ്രഹം അല്ലെങ്കിൽ നക്ഷത്രം. അത്താസെ തഅമ്മൽ മായലി, ശ്രദ്ധിക്കുക. ഹംസ് ഹാദിഹി ത്വാലിബു ഇസ്മുഹു അമ്രുൻ. അപ്പൊ അമ്രിന്റെ നിയമമാണ് പറയുന്നത്. നേരത്തെ ഉമറിന്റെ നിയമം പറഞ്ഞു. ഉമറിന്റെ നിയമം എന്താണ്? ഉമറിന്റെ നിയമം ഗൈർ മുൻസരിഫാണ്. ഉമർ ഗൈർ മുൻസരിഫാണ്. അത് തെൻവീൻ സ്വീകരിക്കില്ല, കസ്രം സ്വീകരിക്കില്ല. പിന്നെ ഉമറിന് ആൾ കൊടുക്കുന്ന വിഷയമില്ല. പ്രോപ്പർ നൗൺ ആയതുകൊണ്ട്. പ്രോപ്പർ നൗണിന് ആൾ ഉണ്ടെങ്കിലേ ആൾ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ആൾ കൊടുക്കൂല. അല്ലുള്ള പ്രോപ്പർ നൗൺ ഉണ്ടാവും. അപ്പൊ ഇനി അമ്രിന്റെ കാര്യമാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ഇതിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ഹദീസ് വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അൻ ഉമർ ബിൻ ഖത്താബ് എന്നാണ് വായിക്കുക. അൻ ഉമരി അല്ല, അൻ ഉമരി ബിൻ ഖത്താബ്. നിങ്ങൾ ആരും ചോദിച്ചിട്ടുമില്ല ഇങ്ങനെ എന്തുകൊണ്ടാണ് വായിക്കുന്നത്. അൻ വന്നാൽ കസർ കൊടുക്കണം. അൻ ഉമരി എന്ന് വായിക്കാത്തത് എന്തുകൊണ്ടാണ് അൻ ഉമരി എന്ന് വായിക്കാത്തത്? ഉമറിന് കസർ വരില്ല. അപ്പൊ ഉമർ പോലെയുള്ള വാക്കുകളെല്ലാം എന്താണ്? കസർ സ്വീകരിക്കാത്ത പദമാണ്. അതുകൊണ്ടാണ് കസറിന് പകരം ഫത്തഹായിരിക്കും കൊടുക്കുക. അപ്പൊ അൻ ഉമറ ബിൻ ഖത്താബ് എന്നാണ്. അതേസമയം ഉമറിന് ഫത്തഹും ഇബിനിന് കസറുമാണ്. എന്താ? ഉമറിന് യഥാർത്ഥത്തിൽ കസറാണ് വരേണ്ടത്. അതുകൊണ്ട് ഇബിനിന് കസർ കൊടുക്കും. ഇബിന് കസർ സ്വീകരിക്കുന്നതാണ്. അതിന് വന്നതുകൊണ്ട് ഉമറിന് കസറാ വേണ്ടത്. ഉമറിന്റെ ബദലാണ് ഇബിന്. അതുകൊണ്ട് ഇബിന് കസർ കൊടുക്കണം. ഹദീസ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അൻ ഉമറ ബിനിൽ ഖത്താബ്. ഈ ഉണ്ടാവില്ല. ഉമറ ബിനിൽ ഖത്താബ്, ഖത്താബിന്റെ കസർ. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അൽ ഖത്താബ് എന്ന് പറയുന്നത് പേരല്ലേ? അപ്പൊ അവിടെ അല്ല് വരാൻ കാര്യം എന്തുകൊണ്ടാണ്? അതാ പറഞ്ഞ ഇബ്നുൽ ഖത്താബ്. ഞാൻ പറഞ്ഞ അല്ലുള്ള നാമങ്ങളുണ്ട്, പ്രോപ്പർ നാമങ്ങളുണ്ട്. അല്ലുള്ള നാമങ്ങളുണ്ട്. ഓക്കെ. അതെ. അൽ ഹുസൈൻ എന്ന് വരും. അൽ അമീൻ അല്ല, അൽ അമീൻ വരുന്നത് വേറെ. അമീൻ എന്നത് ഒരു എന്താണ്? വിശേഷണ നാമമാണ്, അഡ്ജക്റ്റീവാണ്. അതായത് ഒരു ആശയം കൊണ്ട് വിളിക്കുന്ന. അമ്ന് എന്താണ്? വിശ്വസ്തത. അപ്പം അമീൻ വിശ്വസ്തൻ. അൽ അമീൻ, ദ ട്രസ്റ്റ്വർത്തി. ഹംസ അല്ല. അപ്പൊ അമ്രന്റെ നിയമം പറയാണ്. അമ്രനെ കുറിച്ച് എന്താ നമ്മൾ മനസ്സിലാക്കിയത്? അമ്ര എന്ന് ഉച്ചരിക്കാൻ വേണ്ടി ഉമറിന്റെ ശേഷം ഒരു വാവിടണം. അതിന് മീമ റായിന് ശേഷം ഒരു വാവിട്ടാൽ അമ്ര എന്നാണ് വായിക്കുക. ഇനി അടയാളം ഇടേണ്ടി വരുമ്പോൾ റായിനെ അടയാളം ഉണ്ടാവുള്ളൂ, വാവിനൊരു അടയാളം ഇല്ല. വാവ് ശരിക്ക് അമ്രാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്നതാണ് വാവിനെ. ആദ താലിബ് ഇസ്മുഹു അമ്രൻ. ഈ സ്റ്റുഡന്റ്, അവന്റെ പേര് അമ്ര എന്നാണ്. അയിന അമ്രുൻ, വേർ ഇസ് അമ്ര. അമ്ര അവിടെ. അയിന അമ്രുൻ. അപ്പൊ അവിടെ എല്ലാം റായിനാണ് അടയാളം വരുന്നത്. വാവ് അവസാനം അവിടെ എഴുതിയിട്ടുണ്ടാവും. ബറബ അമ്രുൻ ഉമറ. ബറബ അമ്രുൻ ഉമറ. അപ്പൊ ബറബ വന്നപ്പോഴത്തേക്ക് അമ്ര എന്തായി? കർത്താവായി.
കർത്താവിന്റെ അടയാളമായ ലമ്മ് കൊടുത്തു. തലബ അമ്രൻ ഉമറിനെ അടിച്ചു. ഉമറിനെ അടിച്ചു. അമ്രൻ താലിബുൻ ജദീദുൻ. അമ്ര താലിബുൻ ജദീദാണ്, പുതിയ അമ്രാണ്. അപ്പൊ ഇവിടെയെല്ലാം അമ്രിന് ലമ്മാണ് ഉണ്ടായിരുന്നത്. ലറബ ഉമറു അമ്രൻ എന്ന് പറയും. പറയാൻ പോണ് നിങ്ങൾ എന്താ പറയാ, ഓവർ സീരിയസ് ആകണ്ട. ഇല്ല സംശയം വന്നത് താഴെ പറയുന്നുണ്ട് കിസ്മൽ പാർട്ടി ബി അറഅയ്ത അമ്രൻ. അപ്പോ നസ്ബ് വരുന്ന സമയത്ത് അമ്രൻ എന്ത് ചെയ്യണം? അമ്രന് വാവിടില്ല, മറിച്ച് അലിഫാണ് ഇടുക. തൻപത്ത് തൻവീൻ വന്നുകൊണ്ടുള്ള അലിഫാണ് ഇടുക. എന്തുകൊണ്ട്? ഉമറിന് അലിഫ് വരില്ലല്ലോ ഒരിക്കലും. ഉമറിന് തൻവീൻ വരില്ല, അതുകൊണ്ട് അലിഫ് ഇടേണ്ടി വരില്ല. അപ്പൊ അലിഫ് ഇട്ടാൽ എന്തായിരിക്കും? അത് അമ്രായിരിക്കും. ഉമർ എന്നതിന് താഴെ വരുന്നുണ്ട് നേരത്തെ വേണ്ടതല്ലോ, ദറബ അമ്രുൻ ഉമറ എന്നേ വരുള്ളൂ. അപ്പൊ ഉമറൻ എന്ന് വരില്ല, പത്ത് തൻവീൻ വരില്ല. തൻവീൻ വരാത്തതുകൊണ്ട് അവിടെ അലിഫ് ഇടുന്ന പ്രശ്നമേ ഇല്ല. അപ്പോ അലിഫ് ഇട്ടാൽ അതിന്റെ അർത്ഥം അമ്രാണ് എന്നാണ്. അതുകൊണ്ട് വാവ് ഇടേണ്ട കാര്യമില്ല. അറഅയ്ത അമ്രൻ, നീ അമ്രനെ കണ്ടോ? സഅലൽ മുദരിസു അമ്രൻ അസ്ഇലതൻ കസീറതൻ. സഅലൽ മുദരിസു, അധ്യാപകൻ ചോദിച്ചു അമ്രനോട്. അപ്പൊ അവിടെയും മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് നസ്ബ് കൊടുത്തു, തൻവീനുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്തു? അലിഫ് കൊടുത്തു. വാവിന്റെ ആവശ്യമില്ല. അസ്ഇലതൻ എന്താണ്? സുആലിന്റെ ബഹുവചനം. കസീറത്തൻ ധാരാളം. ലറബ ഉമറു അമ്രൻ. നേരത്തെ നാസർ അതല്ലേ ചോദിച്ചത്? ലറബ ഉമറു അമ്രൻ. അപ്പൊ അമ്രൻ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞതുപോലെ നെസ്ബ് കൊടുത്തു, പത്ത് തൻവീൻ വരും. അപ്പോൾ അലിഫാണ് ഇടുന്നത്, വാവ് അല്ല. കേട്ടോ? ആദാ കിതാബു അംരിൻ. അപ്പോ അമ്രുൻ എന്ന് തൻവീൻ സ്വീകരിക്കുന്നതാണ്, അതുകൊണ്ട് കസ്റം വരും. ആദാ കിതാബു അംരിൻ, ഇത് അമ്രിന്റെ കിതാബാണ്. അപ്പൊ അവിടെ വാവ് കൊടുക്കണം. കാരണം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ കസ്റ തൻവീൻ എന്ന് ഇടുന്നില്ലല്ലോ. എഴുത്തിൽ എന്തിൽ അവർ അടയാളം ഇല്ല. നമ്മൾ അടയാളം ഇല്ലാത്തപ്പോൾ മനസ്സിലാക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അലിഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? നസ്ബ് ചെയ്യപ്പെട്ടിട്ടുള്ള അമ്രാണ്. ഓക്കെ, ഇവിടെ ആദാ കിതാബു അംരിൻ. അപ്പൊ അമ്രെന്ന് എഴുതുമ്പോ വാവ് വേണം. കിതാബ് ഉമറ എന്നാണോ എന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ പ്രത്യേക കസ്റ ഇട്ടിട്ടുണ്ട്. നമ്മൾ പ്രത്യേക കസ്റ ഇടാത്ത കൺസെപ്റ്റിലാണ് പഠിക്കേണ്ടത്. ആദാ കിതാബു അംരിൻ. ലിമൻ ഹാദൽ ഖലമു ഹുവ ലി അംരിൻ. അവിടെയും എന്തുണ്ട്? കസ്റ വന്നിട്ടുണ്ട്. കസ്റ വരുമ്പോഴും വാവ് വേണം. ലഅബതു മഅ അംരിൻ. മഅ നമുക്കറിയാം കസ്റ എടുക്കുന്നതാണ്. മഅ അംരിൻ, അമ്രിനോടൊപ്പം ഞാൻ കളിച്ചു. അവിടെയും കസ്റ വന്നു. അപ്പോ അമ്രുൻ അമ്രൻ അംരിൻ. അമ്ര് എപ്പോഴും തൻവീൻ സ്വീകരിക്കും. ഉമറു ഉമറ ഉമറ. ഉമറിന് ലം വരുമ്പോൾ ഉമർ എന്നാണ് എഴുതുക. പിന്നെ പത്ത് വരുമ്പോൾ ഉമർ എന്നാണ് എഴുതുക, ഉമറ എന്നാണ് എഴുതുക. ഉമറു അല്ല. ലം വരുമ്പോൾ ഉമറു എന്ന് ലമ്മിട്ട് എഴുതും. നസ്ബ് വരുമ്പോൾ ഉമറ എന്ന് ഒരു പത്തയിട്ട് എഴുതും. കസ്റ വരുമ്പോഴും ഉമറ എന്ന് ഒരു പത്തയിട്ട് എഴുതും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. Any doubt? ആയിരുന്നു അനക്കമല്ല, തുടക്കത്തിലെ കുറെ ആൾക്കാർ സംസാരിച്ചു. എല്ലാവരും ഉറങ്ങാറായോ? ഉറക്കം വരുന്നുണ്ട്. വരുന്ന സന്ദർഭം വെച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ.
കിതാബ് കെസറ് അംറ് വരുന്നത് നമ്മൾ ഇലാഫത്തുണ്ടോ കെസറ് വരുന്ന പദം ഉണ്ടോ നോക്കിയാൽ മതിയല്ലോ. നോക്കി അറിയാൻ പറ്റുമോ? ആ കെസറ് വരുന്ന പദം വന്നിട്ടുണ്ടോ ഇലാഫത്ത് ഒന്നുണ്ടോ നോക്കിയാൽ എന്തായി? അല്ലെങ്കിൽ കെസറുള്ളതിന്റെ വിശേഷണമാണോ എന്ന് നോക്കണം. കെസറുള്ള പദത്തിന്റെ വിശേഷണമാണ്. കുറെ വായിക്കുമ്പോൾ മനസ്സിലാവും. വായിക്കണം, കൂടുതൽ വായിക്കണം. ഓക്കെ, ഞാനിവിടെ നിർത്താൻ പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പഠിക്കുന്നത് എളുപ്പമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം. അത് എവിടെയാണ് പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഉണ്ടോ? ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? ഞാനൊരു സംശയം ചോദിക്കട്ടെ. നമ്മൾ ഉമന്യന്നഹു എന്ന് പറയുമ്പോഴേ നമ്മൾ രണ്ട് സുക്കൂന് വരുമ്പോ സാധാരണ രീതിയിൽ നമ്മൾ കെസ്റത്തല്ലേ കൊടുക്കുക ആദ്യത്തെ സുക്കൂന് കളഞ്ഞിട്ട്. പക്ഷെ ഉമന്നി അന്നഹും എന്ന് പറയുമ്പോ യാ വരുന്നില്ലേ? ആ യാ വന്നതുകൊണ്ടാണ് അവിടെ ഫത്തഹ് കൊടുക്കുന്നത്. ഒന്നുകൊണ്ട് 10 കൊടുക്കുന്നതാണ് അവിടെ നസ്ബ് ചെയ്യുന്നത്. അല്ല പിന്നെ ലാമു താക്കിയിലും മറ്റേ നൂന് താക്കിയിലും വരുമ്പോ അവിടെ നെസ്ബ് ചെയ്യുന്നതല്ല. അവിടെ നാ വന്നപ്പോൾ നൂന് തഅക്കീദ് വന്നപ്പോൾ എന്താണ്? ഉമന്നി പിന്നെ ഉമന്നി എന്താണ്? മന്ന യുമന്നി മന്നാ യുമന്നി അമന്ന യുമന്നി അല്ല അമ്മനല്ലോ മന്നാ യുമന്നി അല്ലേ? മന്ന യുമന്നി. ഓക്കെ, മന്ന യുമന്നി. അപ്പൊ ഉമന്നി മന്ന യുമന്നി ഉമന്നി എന്നാണ് ഉള്ളത്. ഉമന്നി എന്ന വാക്കിന്റെ അവസാനത്തിൽ എന്താ അടയാളം യഥാർത്ഥത്തിൽ വേണ്ടത്? ഉമന്നി കെസറല്ലേ വരിക? കെസറാണോ വരേണ്ടത്? അവസാനത്തെ അടയാളം ഫഅല യഫ്അലു അല്ലേ? അപ്പൊ അഞ്ചലയാണെങ്കിൽ അഞ്ചല യുൻസിലു അല്ലേ? യുൻസിലു. അപ്പൊ അവസാനത്തെ അക്ഷരത്തിന്റെ അടയാളം എന്താണ്? ലമ്മാണ്. അഞ്ചല യുൻസിലു ഗ്രൂപ്പാണല്ലോ ഇത്. അപ്പൊ ലമ്മാണ്. എന്തായാലും അപൂർണക്രിയയില് ഏകവചനം വരുമ്പോൾ ലമ്മാണ്. അവസാനം ലമ്മാണ് ഉള്ളത്. അപ്പൊ ഉമന്നി എന്ന് പറയുന്നിടത്തും എന്തുണ്ട്? അവസാനം ലമ്മുണ്ട്. അപ്പൊ യായിന് ലമ്മുണ്ട്. അത് യായിന് ലമ്മ് സ്വീകരിക്കാത്തത് കൊണ്ടാണ് അവിടെ ലമ്മ് കൊടുക്കാത്തത്. അത് ശരി. ഓക്കെ. അതിനോട് എന്ത് ചേർക്കും? അതിനോട് നൂന് തഅക്കീദ് ഉമന്നിയന്ന എന്ന് പറയുന്ന അവസാനത്തെ തഅക്കീദിന്റെ എംഫസൈസ് ചെയ്യാനുള്ള ഡബിൾ നൂന് ചേർക്കും. ചേർക്കുമ്പോ എന്ത് ചെയ്യും? ചേർക്കുമ്പോൾ ലമ്മ് മാറ്റിയിട്ട് ഫത്തഹ് കൊടുക്കും. അഫ്തഹന്ന യുംബദന്ന യുൻബദു എന്നാണല്ലോ. അൻബദ യുൻബിദു യുൻബിദു അൻബദ യുൻബിദു. പിന്നെ യുൻബിദുവിനെ മജ്ഹൂലാക്കിയപ്പോഴാണ് യുൻബദു. അപ്പൊ യുൻബദു എന്നതിനെ എന്താക്കി? യുൻബദന്ന യുംബദന്ന. നൂന് തഅക്കീദ് ചേർക്കുമ്പോ അവസാനത്തിൽ ലമ്മ മാറ്റിയിട്ട് ഫത്തഹ് കൊടുക്കും. ലമ്മ മാറ്റി ഫത്തഹ് കൊടുക്കും. അങ്ങനെ മാറ്റി ഫത്തഹ് കൊടുക്കും. അല്ലാണ്ട് രണ്ട് സുക്കൂന് വരുമ്പോ എന്നുള്ള നിയമം നോക്കണ്ട. എവിടെ സുക്കൂൻ വന്നു? രണ്ട് സുക്കൂൻ എവിടെ വന്നു? രണ്ട് സുക്കൂൻ ഇല്ല. ശരിയാണ്. യാഇന് ലമ്മാണല്ലോ വരുന്നത്. യാഇന് ഒരു അടയാളം ഉണ്ട്. നമ്മൾ എവിടെയൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ? എവിടെ? യാവുൽ മുത്തക്കല്ലിമോ? യാഉൽ മുത്തക്കല്ലിം ചേർന്നപ്പോ കസ്റ വന്നപ്പോ നമ്മൾ പറഞ്ഞില്ലേ യഥാർത്ഥത്തിൽ അവിടെ ഫത്തഹാണ് ഉണ്ടായിരുന്നു, ലമ്മാണ് ഉണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ആ അടയാളം നോക്കണം നമ്മൾ. യഥാർത്ഥത്തിൽ ലമ്മുണ്ട് അവിടെ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊക്കെ കുറെ നമ്മൾ വായിച്ച് വരുമ്പോഴത്തേക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ആയി പോകും. കുറെ വായിക്കണം, ഒരുപാട് വായിക്കണം, ഒരുപാട് ചിന്തിക്കണം, ഒരുപാട് മനനം ചെയ്യണം, ഒരുപാട് എന്താ പറയാ വിശകലനം ചെയ്യണം, ഒരുപാട് ഇവാലുവേഷൻസ് നടത്തണം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സംഗതികളുടെയും സൂക്ഷ്മമായി നിരീക്ഷണം നടത്തണം. സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതിന്റെ അടയാളം. എല്ലാത്തിനെയും നിരീക്ഷിക്കുക, നമുക്ക് ചുറ്റുമുള്ളതിനെ നിരീക്ഷിക്കുക. അതായത് നമ്മളെ ബുദ്ധി അല്ല നമ്മളെ
നമ്മുടെ ബുദ്ധി അവിടെ ഉണ്ടല്ലോ, 100 ബില്യൺ സെല്ലുണ്ട്, ബുദ്ധി അവിടെ ഉണ്ട്, പ്രവർത്തിക്കുന്നു. ബുദ്ധി എന്ത് ചെയ്യണം? പ്രവർത്തനക്ഷമമാണ്. എങ്ങനെ പ്രവർത്തനക്ഷമമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള സംഭവങ്ങൾ, ഇന്ത്യ പോലുള്ള ദേശങ്ങളിൽ ഒരുപാട് കറണ്ട് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ഒരാള് പുഷ്പം വിരിയിപ്പിച്ചു. അപ്പൊ പുഷ്പം വിരിയിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു അദ്ദേഹം മന്ത്രിയാകും, മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് വേറൊരാളും മന്ത്രിയാകും എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെയാണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ ഓരോ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു നിരീക്ഷണം നടത്തുക. അത് കഴിഞ്ഞ് അതിന്റെ നിരീക്ഷണത്തിന്റെ റിസൾട്ട് പിന്നീട് വരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ പത്രങ്ങളിൽ വരും. അപ്പോൾ അത് നമ്മളെ വിശകലനം ശരിയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അത് കുറച്ച് ബൗദ്ധികമായ സംഭവം. നമ്മള് പറമ്പുണ്ടെങ്കിൽ പറമ്പിൽ നമ്മൾ നിരീക്ഷണം നടത്താം. പറമ്പിൽ പലതരത്തിലുള്ള ചെടികൾ വളരുന്നുണ്ട്, അതില് നിറങ്ങൾ വരും, പുഷ്പങ്ങൾ വിരിയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ പൂന്തോട്ടം ഉണ്ടെങ്കിൽ പൂന്തോട്ടത്തിൽ നമ്മൾ നിരീക്ഷണം നടത്താം. പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പുഷ്പങ്ങൾ വിരിയുന്നുണ്ട്, അതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? നിരീക്ഷണം നടത്തണം. നിറങ്ങളുള്ള ചെടികൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നിറങ്ങളുള്ള ഇലയ്ക്ക് നിറങ്ങളുണ്ടാവും, ബഹുവർണ്ണ കളർ, മൾട്ടി കളർ ഇല ഉണ്ടാവും. പച്ച ഇല അല്ലാത്ത നിറങ്ങളുള്ള ഇല. ആ നിറങ്ങൾക്ക് നിറം അതിൻ്റെതായ നിറം വേണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശത്തിന് മാറ്റി വെച്ചാൽ അതിന്റെ ഒറിജിനൽ നിറം കിട്ടില്ല. അപ്പൊ ഇത് എന്ത് ചെയ്യണം? നമ്മൾ നിരീക്ഷണം നടത്തണം. വെള്ളപ്പൂവ് വിരിയുന്നത് എപ്പോഴാണ്? മുല്ലപ്പൂ വിരിയില്ലേ? മുല്ലപ്പൂ ഇഷ്ടമല്ലേ? മുല്ലപ്പൂ വിരിയുന്നത് എപ്പോഴാണ്? രാത്രി. എല്ലാ വെള്ളപ്പൂക്കളും വിരിയുന്നത് രാത്രിയാണ്. പകല് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വരുന്ന ചില പുഷ്പങ്ങളുണ്ട്. പല പുഷ്പങ്ങളും പ്രഭാതത്തിൽ തന്നെ വിരിയും. ചില പുഷ്പങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പേ വരുള്ളൂ. ചില പുഷ്പങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് വരിക. അങ്ങനെ നമ്മൾ പ്രകൃതിയെ നിരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുക. അതായത് നിരീക്ഷണ പാഠവം നമ്മൾ മുമ്പുണ്ടായിരുന്നു, കുഞ്ഞുകാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്ന നിരീക്ഷണ പാഠവം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യും? രക്ഷകർത്താക്കൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പിഴകളാന്ന് പറയും. അങ്ങനെ ആയിരിക്കാൻ പറയും. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിപ്രസ് ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും നമ്മൾ പുറത്തേക്ക് എടുക്കണം. അങ്ങനെ ഒരുപാട് നിരീക്ഷിക്കാൻ പറ്റും. നമ്മൾ പരിസരത്ത് കാണുന്ന എല്ലാത്തിനെയും നിരീക്ഷിക്കുക. നമ്മളിപ്പോ അടുത്തയൊക്കെ തിന്നില്ല ചക്ക. എല്ലാ ചക്കയ്ക്കും ഒരേ പരിമളമാണോ ഉള്ളത്? അല്ലല്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മണമുള്ള പഴങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് അല്ലേ? റൈഹാൻ അല്ലേ? റൈഹാൻ തരുമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ പഴങ്ങൾക്കും ഒരു ഇനത്തിൽപ്പെട്ട ചക്ക എന്ന് പറയുന്ന ഒരു ഇനം, ആ പഴത്തിന്റെ എല്ലാ ചക്കയ്ക്കും ഒരേ സ്മെല്ലല്ല ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ നിരീക്ഷിച്ച് കണ്ടെത്താൻ പറ്റും. അപ്പൊ നിരീക്ഷണ പാഠവും വളർത്തിയെടുക്കുക. നമ്മളിപ്പോ ഞാൻ ഈ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ആ മെഷീൻ അവര് കുറച്ച് മെനക്കെട്ടിട്ട് പൊക്കത്തിൽ പോയി ആണ് ആ മെഷീൻ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്ത് അതിൽ കല്ല് നിറയ്ക്കുന്നത്, മെറ്റൽ നിറയ്ക്കുന്നത്. ഉടഞ്ഞ കല്ലില്ലേ, മെറ്റൽ നിറയ്ക്കുന്നത്. മെറ്റൽ നിറയ്ക്കുന്ന ലോറിയുടെ മുകളിൽ കയറിയിട്ടാണ് മെറ്റൽ നിറയ്ക്കുന്നത്. നിറച്ചതിന് ശേഷം അയാൾ എന്ത് ചെയ്യും? അത് ആ ലോറിയിൽ ലെവൽ ചെയ്യും. അപ്പൊ ഞാൻ എൻ്റെ കൂടെ വന്ന കോൺട്രാക്ടറോട് പറഞ്ഞു, ഞാനാണ് ഈ കമ്പനി പ്രവർത്തിപ്പിക്കുന്നത്, ഞാൻ ആദ്യം ചെയ്യുക താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യും. അപ്പൊ അയാളോട് താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യും. ഇയാൾ വണ്ടിയുടെ വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട്, ഇപ്പൊ ടിപ്പറാണെങ്കിൽ ടിപ്പറിന്റെ മുകളിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ തുറന്ന് ഇടാനുള്ള ചോർപ്പ് പോലെ സാധനമുണ്ട്. ആ സാധനം എന്ത് ചെയ്യണം? ഒരു ലിവർ വെച്ച് തുറക്കണം. തുറക്കുമ്പോഴാണ് മെറ്റല് ആ ലോറിയുടെ അകത്ത് വീഴുക. വീടിന് ശേഷം അയാൾ എന്ത് ചെയ്യും? മൺവെട്ടി കൊണ്ട് ലെവൽ ചെയ്യും. അപ്പൊ ഞാൻ കോൺട്രാക്ടറോട് പറയും, ഞാനാണ് ഈ കമ്പനി പ്രവർത്തിപ്പിക്കുക, ഞാൻ ആദ്യം ചെയ്യുക ഇത് താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യും. അപ്പൊ കോൺട്രാക്ടർ പറഞ്ഞു, താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ പിന്നെ അയാൾ മൺവെട്ടിയുടെ നിരത്തി അത് നമ്മൾ എന്ത് ചെയ്യും? ഒരു സാധനം അവിടെ കൊണ്ടുവയ്ക്കും. അത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടും ബാക്കും എടുക്കുമ്പോഴത്തേക്കും ലെവലായിക്കോളും.
അപ്പൊ അത് നിറയില്ല എന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി മുകളുടെ ഒരു മിറർ വെച്ചാൽ മതി, മുകളിൽ നിറഞ്ഞൊന്ന് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കുറച്ചുകൂടി പിന്നെ തട്ടിയിടുക, വീണ്ടും ലെവലാക്കുക. ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചാല്, അപ്പൊ നമുക്ക് എന്ത് സാങ്കേതിക വിദ്യ എന്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബുദ്ധി നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കണം. ഓരോ സ്ഥലത്തും അതിന് നമ്മൾ എന്ത് ചെയ്യണം, ബദൽ സംവിധാനം നമ്മൾ കാണും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബുദ്ധിയെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആക്റ്റീവായിട്ട് നിലനിർത്തേണ്ടത്. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം. നമ്മൾ സ്വന്തമായ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. നമ്മൾ എന്താണ് സൊല്യൂഷൻ ഉള്ളത്, ആ സൊല്യൂഷൻ കണ്ടെത്തണം. ഇപ്പോ താമര വിരിഞ്ഞു, പുതിയ അലയൻസ് വന്നു. പുതിയ അലയൻസ് വന്നാൽ പ്രോബ്ലം സോൾവ് ആകുമോ? എല്ലാവരും പറയുന്ന പ്രോബ്ലം സോൾവ് ആകുന്ന, പ്രോബ്ലം സോൾവ് ആകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ പത്രപ്രവർത്തകന്മാരൊക്കെ പറഞ്ഞു നേരത്തെ ചെയ്തിരുന്നത് പോലെ അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊന്നും ശരിയല്ല, നമുക്ക് അടുത്ത് വരാൻ പോകുന്ന 4 വർഷം കൊണ്ട് കണ്ടറിയാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കട്ടെ. അല്ലാഹുമ്മ ربنا زدنا علما نافعا اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا مبرورا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير محمد على اله وصحبه اجمعين والحمد لله رب العالمين. والسلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وبركاته.